വടക്കൻ പറവൂർ വൈറ്റില റൂട്ടിൽ ദൂരപരിധി കുറഞ്ഞതിനെ തുടർന്ന് ഒഴിവാക്കിയ മഞ്ഞുമ്മൽ കവല ഫെയർ സ്റ്റേജ് നിലനിർത്തി യാത്രക്കാരിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ നിയമവിരുദ്ധമായി അധിക നിരക്ക് ഈടാക്കുന്നു. സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെ ഉദ്യോഗസ്ഥരുടെ അറിവോടെ നടക്കുന്ന ഈ പകൽക്കൊള്ള മൂലം ഓരോ യാത്രക്കാരനും പ്രതിദിനം 10 രൂപ വരെ അധികമായി നഷ്ടപ്പെടുന്നുണ്ട്. വിഷയത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടാകാത്തതിനെതിരെയാണ് ശക്തമായ ജനരോക്ഷം ഉയരുന്നത്. വടക്കൻ പറവൂർ ഇടപ്പള്ളി വൈറ്റില റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ പരസ്യമായി കൊള്ളയടിക്കുന്നതായി പരാതി. ഇടപ്പള്ളി മേൽപ്പാലം വന്നതോടെ ദൂരപരിധി കുറഞ്ഞതിനെ തുടർന്ന് മഞ്ഞുമ്മൽ കവല ഫെയർ പോയിന്റ് ഒഴിവാക്കി 2015 RTO ഉത്തരവിറക്കിയിരുന്നു. ബസ് ഉടമകൾ ഇതിനെതിരെ സുപ്രീം കോടതി വരെ പോയെങ്കിലും RTO തീരുമാനം കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ ഒഴിവാക്കിയ മഞ്ഞുമ്മൽ കവല ഫെയർ സ്റ്റേജായി നിലനിർത്തി യാത്രക്കാരിൽ നിന്ന് അധിക നിരക്ക് ഈടാക്കുന്നതായാണ് പരാതി. ഈ നിയമവിരുദ്ധമായ നിരക്ക് വർധന മൂലം ഒരു സാധാരണ യാത്രക്കാരന് പ്രതിദിനം 6 രൂപ മുതൽ 10 രൂപ വരെ അധികമായി നഷ്ടപ്പെടുന്നു. വർഷം തോറും ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുമ്പോൾ ഫെയർ പോയിന്റുകളും ടിക്കറ്റ് നിരക്കും പരിശോധിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുന്നതായി ആക്ഷേപമുണ്ട്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനകൾ നടക്കാറുണ്ടെങ്കിലും അവ വെറും പേരിന് മാത്രമായി മാറുന്നുവെന്നും ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഭൂരിഭാഗം ബസ്സുകളിലും ടിക്കറ്റുകൾ നിയമപ്രകാരമല്ല നൽകുന്നത്. കോടതി വിധികളും സർക്കാർ ഉത്തരവുകളും കാറ്റിൽ പറത്തി ജനങ്ങളെ കൊള്ളയടിക്കുന്ന ബസ്സുകൾക്കെതിരെയും അതിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും അടിയന്തരമായി ഗതാഗത വകുപ്പ് കമ്മീഷണർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2015 RTO അതോറിറ്റി ദൂരപരിധിയാൽ ഒഴിവാക്കിയ ഫെയർ പോയിന്റ് ആണ് പറവൂർ ഇടപ്പള്ളി കലൂർ റൂട്ടിലുള്ള മഞ്ഞുമ്മൽ കവല പോയിന്റ്. ഈ പോയിന്റ് ഒഴിവാക്കിയതിനെതിരെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ആ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉൾപ്പെടെ തള്ളുകയും ചെയ്തതാണ്. അന്നു മുതൽ ഇന്ന് വരെയും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും ഈ മഞ്ഞുമ്മൽ കവല ഒഴിവാക്കാതെയാണ് ഈ ചാർജ് ഇടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള നഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവൂരിൽ നിന്ന് കലൂർക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 33 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ശരിക്കും 30 രൂപയെ ചാർജുള്ളൂ. ലിമിറ്റഡ് ബസ്സുകൾ ചാർജ് ചെയ്യുന്നത് 38 രൂപയാണ്. അപ്പോൾ ഒരു ദിവസം ഈ എറണാകുളത്ത് പോയി വരുന്ന ഒരു വ്യക്തിയുടെ പ്രതിദിന നഷ്ടം 10 രൂപയാണ്. ഈ ഉത്തരവ് നടപ്പിലാക്കേണ്ടത് ശരിക്കും RTO അധികാരികളാണ്. RTO അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർമാനായിട്ട് വരുന്നത് ജില്ലാ കളക്ടറാണ്, സെക്രട്ടറി ആയിട്ട് വരുന്നത് RTO ആണ്. ഇവരാണ് ഈ കോടതി വിധി നടപ്പിലാക്കേണ്ടത്. പക്ഷേ അവർ ഇത് 10 വർഷമായിട്ട് 2015 ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കാനായിട്ട് മുതിർന്നില്ല. പ്രധാനമായിട്ടും ഈ റൂട്ടുകളിലൊന്നും തന്നെ ഭൂരിപക്ഷം ബസ്സുകളിലും ഫെയർ പോയിന്റുകൾ എഴുതി വെച്ചിട്ടില്ല. ടിക്കറ്റുകൾ ജെനുവിനായിട്ടുള്ള ടിക്കറ്റല്ല കൊടുക്കുന്നത്. ടിക്കറ്റിൽ ശരിക്കും വണ്ടി നമ്പർ, ഡേറ്റ്, തീയതി ഇവ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ അത്തരം ടിക്കറ്റുകളല്ല ഈ റൂട്ടിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇതിന്റെ വസ്തുത എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ ശക്തമായിട്ട് ഇടപെടുന്നത്. ന്യൂസ് ബ്യൂറോ പറവൂർ. നമ്മുടെ നോർത്ത് പറവൂർ വെറും 5200 രൂപ സ്റ്റീൽ അലമാര വാങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെ സിറ്റ് ഔട്ട് ബെഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് വെറും 5800 തുടങ്ങിയാണ് കേട്ടോ. ഇവിടെ കട്ടിൽ ബെഡ് പില്ലോ അടക്കം വെറും 4900 മാത്രമേ ഉള്ളൂ കേട്ടോ. നോർത്ത് പറവൂർ പറയാട് ഗുരുതിപ്പാടൻ ടെമ്പിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളത്തുങ്കൽ ഫർണിച്ചർ ആണ്